Hey guys, welcome back to our channel. So അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ CMF Phone 2 Pro എന്നൊരു ഫോണിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. അതായത് ആക്ച്വലി നമ്മളെ വ്യൂ ആണ്. എൻ്റെ ഒരു വ്യൂ, ഞാൻ ഒരു 2 ദിവസം ഒരു ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്ന് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെടാതെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? നമുക്കൊരു ഫോൺ വേണം. ഫോൺ എന്ന് പറഞ്ഞാൽ CMF Phone 2 Pro വേണം. ആക്ച്വലി ഇതാണ് നമ്മളെ CMF Phone 2 Pro. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ CMF Phone 2 Pro. ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക്, ഇതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് CMF Phone 2 Proയുടെ പ്രോസ് ആൻഡ് കോൺസിലേക്ക് ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പ്രോസ് തുടങ്ങാം. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സിനകത്ത് ഔട്ട് ഓഫ് ദി ബോക്സ് അവർ 33 വാട്ട്സിൻ്റെ ഒരു പവർ അഡാപ്റ്ററും ഒരു ട്രാൻസ്പെറൻറ്റ് കേസും തരുന്നുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺ നോക്കുന്ന എല്ലാവർക്കും കേൾക്കുമ്പോഴത്തേക്ക് ഒരു സുഖമുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ അവന്മാർ നമുക്ക് തരണുണ്ടല്ലോ അഡാപ്റ്റർ. അഡീഷണൽ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു 2000-1500 രൂപ മുടക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അത് കൊള്ളാം, അത് നല്ലൊരു പരിപാടിയാണ്. പിന്നെ അവന്മാർ ഇതിനകത്ത് കൊടുക്കണ വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ പണ്ടത്തെ പോലെ ഫോൺ 1 എന്ന് പറയുന്ന പോലെയല്ല, ഫോൺ 2 Pro ആണ്. ലാസ്റ്റ് ഒരു പ്രോ അതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടെ അവന്മാർ അഡീഷണൽ കൊടുക്കേണ്ടിയിരിക്കും. പിന്നെ ഫോൺ 1 ഇറങ്ങിയ സമയത്ത് അവന്മാർ ഇതിനകത്ത് ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റർ കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ തെറിവിളിയും കാര്യങ്ങളെല്ലാം അവന്മാർ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരുന്നു. കാരണം പലരും വേറെ പല അഡാപ്റ്റർ യൂസ് ചെയ്ത് ഫോൺ കംപ്ലയിൻ്റ് ആണ്, ചാർജിങ് ഇഷ്യൂ, പ്രോപ്പർ ചാർജിങ് നടക്കണില്ല എന്നുള്ള കുറേ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് കൂടെ ആയിരിക്കണം അവന്മാർ ഇപ്പം ഇതിനകത്ത് ഈ പവർ അഡാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ എന്തായാലും അതൊരു നല്ല കാര്യമാണ്. പോയിന്റ് നമ്പർ 2, എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഇത് CMF Phone 1 വരെ കമ്പയർ ചെയ്യുന്നത് തിക്നെസ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. 7.8 mm ആണ് ഇപ്പോൾ ഇതിൻ്റെ തിക്നെസ്. അത് മാത്രമല്ല ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് 185 grams മാത്രമാണ് ഇപ്പോൾ വെയിറ്റ് ഉള്ളത്. ഇത് ഇത്രയും ചെയ്യാനായിട്ട് വെയിറ്റ് കുറയാനും തിക്നെസ് കുറയാനും വേറെ ഒന്നുമല്ല അവന്മാർ ചെയ്തത്. ഇതിൻ്റെ ബാക്ക് പാനൽ ഫോൺ 1 റിമൂവബിൾ ആണ്, ഇതിനകത്ത് റിമൂവബിൾ അല്ല. ഇത് ആക്ച്വലി അതിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ ഒറിജിനൽ ബോഡിയുമായിട്ട് ഗ്ലൂ ചെയ്താണ് ഈ ബാക്കിലത്തെ കേസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിമൂവബിൾ അല്ല. പക്ഷേ അതിൻ്റെ ബാക്കിൽ നമുക്ക് യവന്മാർ ഇറക്കിയ പല ആക്സസറീസും, അതിൻ്റെ മറ്റേ വാലറ്റ്, അതിൻ്റെ ടാഗ്, ഈ സാധനങ്ങളെല്ലാം നമുക്കതിനകത്ത് വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അഡീഷണൽ വീണ്ടും ഒരു ബാക്കിലത്തെ ഒരു പാനൽ എക്സ്ട്രാ വാങ്ങിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ കേസ് ഇതിനകത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് മാത്രം ഇതിൻ്റെ തിക്നെസ് ഇവന്മാർ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ വെയിറ്റും എന്തോ കാരണത്താൽ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിറ്റും അത്യാവശ്യം കൊള്ളാം, തിക്നെസ്സും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണ്, അവരതിനകത്ത് IP54 സ്പ്ലാഷ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. IP54 സ്പ്ലാഷ് പ്രൊട്ടക്ഷനാണ്. അതായത് വെറുതെ വെള്ളം ഇറ്റിറ്റ് അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്താൽ അത് ഓക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ പേരിന്. അല്ലാതെ ആരും അതുകൊണ്ട് മഴയത്തോ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കാൻ പോലും നിൽക്കണ്ട. ഫോൺ വേണമെങ്കിൽ അതേപോലെ നമ്മളെ നോർമൽ ഇതൊന്നും ഇല്ലാത്ത ഫോൺ ഉപയോഗിക്കും പോലെ ഉപയോഗിക്കാനാണ് ഏറ്റവും ബെറ്റർ. സ്പ്ലാഷ് പ്രൊട്ടക്ഷനൊക്കെ ചുമ്മാ അവന്മാർ പറഞ്ഞു കയറ്റും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വലിയ സംഭവമായിട്ടും തോന്നിയിട്ടില്ല, തള്ളാണെന്നാണ് തോന്നുന്നത്. അറിഞ്ഞൂടാ. എന്തായാലും ആർക്കെങ്കിലും ഉപയോഗിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പോയിന്റ് നമ്പർ 3, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഒരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം നേരത്തെ മോട്ടോറോളയും ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിയെല്ലാം ബെറ്റർ നത്തിങ് OS ആണ്. നത്തിങ് OS 3 ആണ് ഇതിനകത്ത് പറഞ്ഞത്, 3.2. അത് വളരെ മെച്ചമായ അടിപൊളിയായിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പോയിട്ട് വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ് നത്തിങ് OS. പിന്നെ ഇതിൻ്റെ അനിമേഷൻസും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്, കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒരു ബെറ്റർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരണത്. പോയിട്ട് ഇതിനകത്ത് വേറെ ബോൾട്ട്വെയറോ അഡീഷണൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല എന്നുള്ളതും കൊള്ളാം, നല്ലൊരു കാര്യമാണ്. ബാക്കി പല ഫോണും ഗെയിംസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ഇതേപോലുള്ള ഒരൊറ്റ ഐഡിയ ഇതിനകത്തില്ല. വളരെ ക്ലീനാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ ഹാപ്പി ആയിരിക്കും. കാരണം അത്രയ്ക്ക് ക്ലീൻ ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. പോയിന്റ് നമ്പർ 4, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് കറൻ്റ്ലി റൺ ആവുന്നത് നത്തിങ് OS 3.2 എന്ന് പറഞ്ഞ UI ആണ്. ആൻഡ്രോയിഡ് വെർഷൻ 15 റൺ ആവുന്നത്. അത്യാവശ്യം ഭയങ്കര ഒപ്റ്റിമൈസ്ഡ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിനകത്ത് 3 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് നമ്മൾ CMFിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നത്തിങ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, അവർ അപ്ഡേറ്റ് എല്ലാം പക്കയാണ്. ബാക്കി വേറെ ബ്രാൻഡ്സിനെ പോലെയല്ല, അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം പക്കയാണ്, സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം പക്കയാണ്. ഇതുവരെയായിട്ടും പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് സെക്യൂരിറ്റി അപ്ഡേറ്റിനെ പറ്റി പറയാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ പ്രൈസ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 128GB ഇൻ്റർണൽ സ്റ്റോറേജ് 8GB റാം പറഞ്ഞ വേരിയൻറ്റിന് ഉള്ള പ്രൈസ് കാർഡ് ഓഫറും പോയി ഫ്ലിപ്കാർട്ടിലുള്ള ഇന്നത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 17,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് കണക്കാക്കിയാണ് നമ്മളിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറയണത്. പിന്നെ ഞാൻ ആരെയും ഒരിക്കലും
128 GB എടുക്കാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ 128 GB ഒരുപാട് ഔട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 128 GB സ്റ്റോറേജുള്ള ഫോണാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറേജ് ഫ്രീ സ്പേസ് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പലരേലും 5 GB 2 GB 8 GB ഇത്രയൊക്കെ ഫ്രീ സ്പേസുകൾ ഒരു 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആണെന്നുണ്ടെങ്കിൽ. കാരണം അത്യാവശ്യം ഒരു 2-3 വെർഷൻ അപ്ഡേറ്റും പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ഇതേപോലുള്ള ഇൻസ്റ്റാഗ്രാം, ഇതിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും എല്ലാം വരാൻ നേരത്ത് നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് അത്യാവശ്യം കണ്ടമാനം ഇത് തിന്നും. ഇപ്പോൾ ഒരു വാട്സപ്പിൻ്റെ തന്നെ നമ്മൾ ഡേറ്റ എടുത്ത് നോക്കിയാൽ അറിയാം. കാരണം വാട്സപ്പിൻ്റെ സ്റ്റോറേജിന് പലരെയും എൻ്റെ പോലും തന്നെ ഒരു 15-17 GB അടുപ്പിച്ച് വാട്സപ്പ് സ്റ്റോറേജ് മാത്രമുണ്ട്. അപ്പോൾ അത്രയും വരാൻ നേരത്ത് 128 GB ഇനിയുള്ള കാലം സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മിനിമം 256 GB എങ്കിലും വേണം. പിന്നെ ചിലരൊക്കെ ചോദിക്കാം ഇതിനകത്തൊരു SD കാർഡ് സ്ലോട്ട് ഇല്ലേ എന്നുള്ളത്. അത് ശരിയാണ്, SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 1 TB 2 TB വരെ നമുക്ക് അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2-3 പോയിന്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം SD കാർഡ് എന്തുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്, എനിക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടമില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പോയിന്റ് നമ്പർ 5, എസെൻഷ്യൽ ബട്ടൺ. അപ്പോൾ നമ്മൾ നത്തിങ് 3A പ്രോയിലെല്ലാം കണ്ട പോലത്തെ ഒരു സെയിം സാധനമാണ് ഈ എസെൻഷ്യൽ ബട്ടൺ എന്ന് പറയുന്നത്. അത് ഈ ഫോൺ 2 പ്രോയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ബട്ടൺ നമ്മളെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നത് നമ്മൾ ഏത് സ്ക്രീനിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ താഴെയായിട്ട് നോട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വോയിസ് നോട്ട് നമുക്കതിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ AI സപ്പോർട്ട് കൂടി നമ്മൾ പറഞ്ഞ എന്താണോ അതിനെ സമ്മറൈസ് ചെയ്ത് ഒരു ചെറിയ ഒരു ഡേറ്റ ആയിട്ട് നമുക്ക് കാണും. അത് നമുക്ക് സേവ് ചെയ്ത് വയ്ക്കും, ഓട്ടോമാറ്റിക്കായി സേവ് ആയിക്കോളും. എസെൻഷ്യൽ സ്പേസ് എന്ന് പറയുന്ന സംഭവം ഇരുന്നുകൊണ്ട് അതിനകത്ത് നമ്മൾ എന്തെല്ലാം ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സേവ് ചെയ്യുന്നു അതെല്ലാം എസെൻഷ്യൽ സ്പേസിനകത്ത് വന്ന് കിടക്കുക ഈ ബട്ടൺ യൂസ് ചെയ്യണത്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ആക്ച്വലി ഓൾമോസ്റ്റ് എപ്പോഴെടുത്താലും ഞാൻ ഇതിൻ്റെ പവർ ബട്ടണ് പകരം ഈ എസെൻഷ്യൽ ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ഇതേപോലെ സെയിം ഇഷ്യൂ ഫേസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് ഇതുവരെയായിട്ട് ഞാൻ ഒരു 3-4 ദിവസം യൂസ് ചെയ്തപ്പോൾ പോലും ഞാൻ എപ്പോൾ പ്രസ് ചെയ്താലും അതിനകത്ത് ആ ബട്ടൺ മാത്രമേ ഞാൻ പ്രസ് ചെയ്യാറുള്ളൂ. പോയിന്റ് നമ്പർ 6, പ്രൈവറ്റ് സ്പേസ്. എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണെന്ന് എനിക്കറിയാം. അപ്പം സാംസങ്ങിൽ സെക്യൂർ ഫോൾഡർ വേറെ പല ഫോണിലും വേറെ പല പേരിലും അറിയാറുണ്ട്. പക്ഷേ എല്ലാത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാംസങ്ങിലൊക്കെ സെക്യൂർ ഫോൾഡർ ഒരു ഐക്കൺ ഒരു ആപ്പായിട്ട് നമ്മൾ ആപ്പ് ഡ്രോവറിനകത്ത് കിടക്കാറുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. വൺസ് CMF ഫോണിൽ നമ്മൾ സെറ്റിംഗ്സിൽ കയറി പ്രൈവറ്റ് സ്പേസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആപ്പ് ഡ്രോവറിലൊന്നും വരിക. ആപ്പ് ഡ്രോവർ എടുത്തതിന് ശേഷം റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യാൻ നേരത്ത് ഇത് വരും. ഇത് വരാൻ നേരത്ത് നമുക്ക് അതിനകത്ത് ഫിംഗർ പ്രിൻറ്റോ നമ്മൾ പാറ്റേണോ എന്താണോ കൊടുത്തേക്കണോ അത് വെച്ച് നമുക്ക് നമ്മൾ ആ പ്രൈവറ്റ് സ്പേസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ എന്തെല്ലാം സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രൈവറ്റ് ആയിരിക്കും. നമ്മളെ നോർമൽ ഫോണിൽ, അതായത് നോർമൽ ഗാലറിയിലോ ഫയൽസിലോ ഒന്നും അതിൻ്റെ ആക്സസ് ഉള്ളത് കാണാൻ പറ്റില്ല. നമുക്ക് ആപ്സ് ആഡ് ചെയ്യാം. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, നിങ്ങൾക്ക് എന്ത് തേങ്ങാക്കോല എന്ത് ആപ്പ് വേണോ അതിനകത്ത് ആഡ് ചെയ്യാം. ക്യാമറ ആപ്പ് പോലും അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ പ്രൈവറ്റ് സ്പേസിനകത്തുള്ള ക്യാമറ എടുക്കുന്ന ഫോട്ടോ അതിനകത്ത് മാത്രമേ സേവ് ആവുള്ളൂ, അല്ലാതെ നമ്മളെ ഗാലറിയിൽ വേറെ ഒന്നും കാണില്ല. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണ് പ്രൈവറ്റ് സ്പേസ്. എല്ലാ ഫോണിലും ഇത് കൊടുക്കണം ആണ്, പ്രൈവറ്റ് സ്പേസ് എല്ലാ ഫോണിലും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പോയിന്റ് നമ്പർ 7, ക്യാമറ. അപ്പോൾ നമ്മളെ ഫോൺ 2 പ്രോയിലെ റിയർ ക്യാമറയിൽ പറഞ്ഞത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 MB മെയിൻ ക്യാമറ, ഒരു 50 MB 2x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു ക്യാമറ, പിന്നെ അതിനകത്തൊരു 8 MB അൾട്രാ വൈഡ് ക്യാമറ. അങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് നമ്മൾ അതിൻ്റെ റിയറിൽ പറഞ്ഞത്. വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 4K 30 FPS, 1080 30 FPS, 1080 60 FPS എന്നീ 3 ഫ്രെയിം റേറ്റിൽ നമുക്ക് റിയർ ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് OIS ഇല്ല, EAS മാത്രമേ ഉള്ളൂ. EAS എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇത് മാത്രമുള്ള OIS ഇല്ല, ഒപ്റ്റിക്കലില്ല. പിന്നെ ഓൺ ദി ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു 16 MB ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഇതിനകത്ത് പറഞ്ഞത്. അതിനകത്ത് നമുക്ക് 1080 30 FPS, 1080 60 FPS എന്നീ ഫ്രെയിം റേറ്റിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ സാമ്പിൾസ്, ഫോട്ടോ സാമ്പിൾസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തേക്കും. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ക്യാമറ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ 3 ക്യാമറ എന്നുള്ളത് ഒരെണ്ണം കുറച്ചൊരു 2 ക്യാമറ ആക്കിയിട്ട് മെയിൻ ക്യാമറയുടെ ക്വാളിറ്റി കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു ഇതെനിക്കുണ്ട്. പിന്നെ ക്യാമറയിൽ കുറച്ച് ബഗ്ഗുണ്ട്, എനിക്ക് തോന്നുന്നു അപ്ഡേറ്റിൽ കറക്റ്റ് ആവുന്നതാണ് തോന്നുന്നത്. കളർ കുറച്ച് എന്താണെന്ന് പറയാൻ കുറച്ച് ബ്ലൂ ടിൻറ്റ് കൂടുതലാണ്. ബ്ലൂ ടിൻറ്റ്, പിങ്ക് ടിൻറ്റ്, അങ്ങനത്തെ ഒരു കൂളായിട്ടുള്ള കളറൊക്കെ അറിയാറുണ്ട്. പിന്നെ ഗ്രീനൊക്കെ കുറച്ച് സാച്ചുറേഷനൊക്കെ കുറച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറവായിട്ട്. അപ്പോൾ അത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ കാണുന്ന ഫോട്ടോസ്, വീഡിയോ സാമ്പിൾസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. ഇത് 1080 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ എടുക്കുന്ന വീഡിയോ ആണ്. വീഡിയോ കുറച്ച് ഫ്ലാറ്റാണ്, കളർ കുറച്ച് കൂളായിട്ടുള്ളൊരു കളറാണ് പറഞ്ഞത്. ഞാൻ ഇപ്പം ഇത് വെച്ചുകൊണ്ട് ഓടാം. അപ്പോൾ അതിൻ്റെ EAS എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റും, ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഓഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ നമ്മളെ ഫോണിലെ ഡയറക്റ്റ് എന്നുള്ള ഓഡിയോ ആണ്.
ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ നമുക്ക് നോർമലി 1x മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള ലെൻസ് അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്ത് പിടിച്ചാൽ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ഓഡിയോ നല്ല രീതിയിൽ കുറയും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ ഇതിൻ്റെ ഫോണിൽ നിന്നുള്ള ഡയറക്റ്റ് ഓഡിയോ ആണ്. പോയിന്റ് നമ്പർ 8 ഡിസ്പ്ലേ. അപ്പോൾ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഒരു 6.77 ഇഞ്ചിൻ്റെ ഫ്ലെക്സിബിൾ AMOLED ഡിസ്പ്ലേനകത്ത് കൊടുത്തിട്ടുള്ളത് വിത്ത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്. അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ എന്ത് കണ്ടന്റ് ആണോ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്നത്, ഡിസ്പ്ലേ ആണത്, അതിൻ്റെ കോണ്ടന്റിനനുസരിച്ച് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവും. 30 ആണെങ്കിൽ 30 ഹെഡ്സ്, 60 ആണെങ്കിൽ 60, 90 ആണെങ്കിൽ 90, 120 ആണെങ്കിൽ 120 ആ ഹെഡ്സിലോട്ട് ഇത് സ്വിച്ച് ആവും. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ 120 ഹെഡ്സിലോട്ട് ഡിസ്പ്ലേ സ്വിച്ച് ആവും എന്നുള്ളൊരു ഫീച്ചറാണ്. സംഭവം അത് കൊള്ളാം, ഒരു അടിപൊളി ഫീച്ചറാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് പറഞ്ഞ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ട ഗ്ലാസ് പ്രൊട്ടക്ഷനാണ്. ആക്ച്വലി അത് ഒരു ഇക്വലന്റ് ടു ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണമായിരിക്കും മെച്ചം. ഇല്ലെങ്കിൽ നമ്മളെ സമയമൊക്കെ വെച്ച് അറിയാമല്ലോ, വീണ് കഴിഞ്ഞാൽ സാധനം വലയാണ്. അതുകൊണ്ട് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണത് ബെറ്റർ ആയിരിക്കും എന്നുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. എസ്പെഷ്യലി ഔട്ട്ഡോർ ഒരു 1300 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡും ഒരു 3000 നിറ്റ്സിൻ്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് മോഡും ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല വെയിലത്താണ് നിൽക്കണമെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് ഡിസ്പ്ലേ കാണാം, ഒരു നല്ല വ്യൂവും ആണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ മനസ്സിലായി. പോയിന്റ് നമ്പർ 9 പ്രോസസ്സർ, റാം ആൻഡ് സ്റ്റോറേജ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ MediaTek Dimensity 7300 Pro എന്നുള്ള പ്രോസസ്സറാണ്. പ്രോ എന്തിനാണ് കൊടുത്തേക്കുന്നത് ലോകത്ത് ആർക്കും പറഞ്ഞില്ല. ഫോൺ 2 Pro എന്നൊരു പേരുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് പ്രോ കൊടുത്ത ഈ പ്രോസസ്സറിന്. അല്ലാതെ ആ പ്രോസസ്സർ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫോൺ 1 വന്ന സെയിം പ്രോസസ്സറാണ്, Dimensity 7300 എന്നുള്ള പ്രോസസ്സറാണ്. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ഒരു പ്രോ എന്നുള്ളത് മാത്രമാണ് ഈ പ്രോസസ്സറിൽ കൂടുതലുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ ബെഞ്ച് മാർക്കും പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കാണാം, ചെറിയൊരു വേരിയേഷൻ ഉള്ളത്. അത് നമുക്ക് എന്തെന്ന് പറയും, അത് ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനൊന്നും പറ്റാവുന്ന ഒരു സാധനമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സർ അതിനകത്തുള്ളത്. പക്ഷേ പ്രോസസ്സർ മോശമൊന്നുമില്ല, നല്ല അത്യാവശ്യം കിടിലം ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് തരുന്നതും അത്യാവശ്യം മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്കും ഒരു തീരെ മോശമൊന്നുമില്ലാതെ നല്ല പെർഫോമൻസ് ഉള്ള പ്രോസസ്സർ തന്നെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് 7300 പറ്റി വേറെ കുറ്റമൊന്നും പറയില്ല. പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു 8GB LPDDR4X റാമാണ് ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ UFS 2.2 സ്റ്റോറേജാണ് ഇതിനകത്ത് പറഞ്ഞത്. ഈ UFS സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ് എന്നാണ് ഈ സംഭവം. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാംസങ് ആണ്. സാംസങ് അതിൻ്റെ ഗാലക്സി S6 2015 എന്തോ ലോഞ്ച് ചെയ്തതാണ്. അന്ന് അത് UFS 2.0 ആയിരുന്നു. നമ്മളെ CMF ഫോൺ 2 Proയിൽ പറഞ്ഞത് UFS 2.2 ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് 4.1 വരെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം സ്പീഡ് വ്യത്യാസം ഉണ്ടെന്ന് കഴിഞ്ഞാൽ സ്പീഡ് വ്യത്യാസമുണ്ട്. പക്ഷേ പല ടെസ്റ്റും ഈ VWOM എന്നുള്ള ചാനലിൽ നോക്കിയാൽ കാണാം, അവർ ഈ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഈ 2.2ഉം 3.2ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും സ്പീഡിൽ വരാനില്ല. കാരണം അത്യാവശ്യം അത് ആപ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവരെ വീഡിയോ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു മോഡറേറ്റ് യൂസറാണ്, ഒരു ആവറേജ് യൂസറാണ്, നിങ്ങൾ നോർമലി എന്തെന്ന് പറയുക സോഷ്യൽ മീഡിയ, കോള്, പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ ഫോട്ടോ എഡിറ്റിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ ഈ സ്പീഡ് ഈ UFS 2.2 തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെയാണ്. അടുത്തൊരു 3-4 വർഷത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. 3.1 മാറണം, അത് വേറെ കാര്യം. 3.1 4.1 വരണം, അത് ഫ്യൂച്ചറിൽ വരും എന്നുള്ളതാണ്. പക്ഷേ ഇത് സ്പീഡ് ഇഷ്യൂ നിങ്ങൾക്ക് ഈ 3.1 ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് 2.2 ഔട്ടായി പോകുന്ന സ്പീഡ് കുറവെന്ന എന്നൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. UFS 2.2 അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും ഈ മോഡറേറ്റ് യൂസേഴ്സിനൊക്കെ തരുന്നത്. പിന്നെ നിങ്ങളൊരു ഹൈ എൻഡ് ഗെയിമിംഗ്, ഹാർഡ് കോർ ഗെയിമിംഗ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള Neo 10R അതേപോലെ ഏതെങ്കിലും, അല്ലെങ്കിൽ Oppo K13 ടർബോ പുറകെ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഫോൺ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമുക്ക് CMF ഫോൺ 2 Proയുടെ കോൺസിലേക്ക് പോകും. അതിലെനിക്ക് ഇഷ്ടപ്പെടുത്ത ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും SD കാർഡ് സ്ലോട്ടിന് എന്താണ് കുഴപ്പം എന്നല്ലേ. SD കാർഡ് സ്ലോട്ടിനൊരു കുഴപ്പമുണ്ട് ഇപ്പം. കാരണം ഇപ്പോഴത്തെ പല ഫോണിലും SD കാർഡ് സ്ലോട്ട് ഇല്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇന്റേണൽ സ്റ്റോറേജ് പറഞ്ഞതിന് UFS 2.2, 3.2, 3.1, 4.1 എന്ന സ്റ്റോറേജൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ താരതമ്യം ഈ 2.2ൻ്റെ തന്നെ റീഡ് റൈറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 850 Mbps 250 Mbps എന്ന സ്പീഡിലൊക്കെ എൻ്റെ റീഡ് റൈറ്റ് സ്പീഡ് പറഞ്ഞത്. അതേസമയത്ത് നമ്മളൊരു SD കാർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡുള്ള 4K റെക്കോർഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു SD കാർഡിൻ്റെ റീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 190 Mbps റൈറ്റ് സ്പീഡ് 90 Mbps എന്ന് പറഞ്ഞത്. അത് നമ്മൾ UFS 2.2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഉണ്ട്. കാരണം UFS 2.2ൽ 80 MB/s ആണ് അതിൻ്റെ ഒരു റീഡ് സ്പീഡ് തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതേപോലെ സ്ലോ ആയിട്ട് ഉള്ളൊരു മെമ്മറി കാർഡ് നമ്മളെ ഫോണിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണും അതേപോലെ ഓട്ടോമാറ്റിക്കലി സ്ലോ ആവും. നമ്മൾ ഏതെങ്കിലും ആപ്സ് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് അതേപോലെ സ്ലോ ആവും. നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങും ഫോണും ഫോട്ടോ എല്ലാം
SD കാർഡിലോട്ടാണ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും SD കാർഡ് ആക്സസ് ചെയ്യാൻ നേരത്ത് ഫോൺ സ്ലോ ആവും. നമ്മളെ വാട്സാപ്പിൽ ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള പരിപാടിയെല്ലാം വരാൻ നേരത്ത് നമ്മളെ ഫോൺ എപ്പോഴും SD കാർഡ് ആക്സസ് ചെയ്യാൻ നേരത്ത് ഓട്ടോമാറ്റിക്കായി ഫോൺ സ്ലോ ആവും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും SD കാർഡ് വേണ്ട എന്നുള്ളത്. ഈ SD കാർഡ് കൊടുത്ത പൈസയ്ക്ക് ഇവന്മാർക്ക് ഈ മോണോ സ്പീക്കറിന് ഒരു സ്റ്റീരിയോ സ്പീക്കർ വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ടാണ് നമ്മൾ SD കാർഡ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. SD കാർഡ് വേണ്ട എന്നുള്ള നമ്മളൊരു പരിപാടി. പോയിന്റ് നമ്പർ 2, ബഗ്സ്. അപ്പോൾ ബഗ്സ് അത്യാവശ്യം എല്ലാ ഫോണിലും എല്ലാ ഡിവൈസിലും ഉണ്ട്. പക്ഷേ ഇവന്മാർ നോർമലി നമ്മൾ ബാക്കിയുള്ളവരെ പോലെ അല്ല, അത്യാവശ്യം ഇവന്മാർ എല്ലാ ബഗ്സും കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വേയിൽ കറക്റ്റ്, അതായത് അപ്ഡേഷനിലൂടെ സാധനം ഫിക്സ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഫിക്സ് ആവാത്തൊരു സാധനമുണ്ട് ഇതിനകത്ത്, പേഡോമീറ്ററിൻ്റെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാനാണ്. ഞാൻ ഒരു 3-4 ദിവസം മുന്നേ പോലെ റെഡിറ്റിൽ നോക്കിയപ്പോൾ പോലെ റെഡിറ്റിനകത്ത് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാഡോമീറ്റർ വളരെ ഹൈ ആയിട്ട് നമ്മൾ വിചാരിക്കാത്ത നമ്പേഴ്സൊക്കെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ 78,000 സ്റ്റെപ്സൊക്കെ കൗണ്ട് ചെയ്തിട്ട് കിടപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ ഫോൺ 2 ദിവസം യൂസ് ചെയ്തതിൽ ഞാൻ ആ ഫോണും കൊണ്ട് വീട്ടിനകത്തിരുന്ന ദിവസം തന്നെ, അതായത് നമ്മൾ ഈ വീഡിയോ ബാക്കിയൊക്കെ എടുത്ത ദിവസങ്ങൾ തന്നെ അറൗണ്ട് അത് 4,000 സ്റ്റെപ്സിന് മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ മാക്സിമം ലിമിറ്റ് 8,000 സ്റ്റെപ്സാണ് കൊടുത്തത്, അതിൽ 4,000 തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ സാംസങ് ഫോണിലാണെങ്കിൽ അത് ഏകദേശം ഒരു 1,300 സ്റ്റെപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതായത് ഞാൻ അന്നത്തെ ദിവസം കൂടുതലും റൂമിനകത്തും വീട്ടിനകത്തും തന്നെയായിരുന്നു ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ പോലും ഈ സ്റ്റെപ്സ് കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു മേജർ ഇഷ്യൂ അല്ല. ഇക്കാലത്ത് ഗ്രീൻ ലൈനും പിങ്ക് ലൈനും വൈറ്റ് ലൈനൊക്കെ വീണ കാലത്ത് അതൊരു ഇഷ്യൂ അല്ല, അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അവന്മാരെ ഫിക്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. പോയിന്റ് നമ്പർ 3, മോണോ സ്പീക്കർ. ആക്ച്വലി അതൊരു ഭയങ്കര സാഡായിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തൊരു സ്റ്റീരിയോ സ്പീക്കറല്ല, ആ ഒരു സിംഗിൾ സ്പീക്കറാണ് ഉള്ളത്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച്, ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത്യാവശ്യം സൗണ്ട് ഉള്ളതായിട്ടാണ് പലരും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള സൗണ്ട് വളരെ കുറവാണ്. മീഡിയയിൽ നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ റിംഗ് ടോൺ എന്ന് വെച്ചാൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അറിയാൻ പോലും വരില്ല. ഈ CMFൻ്റെ കുറച്ച് റിംഗ് ടോൺസ് അതിനകത്തുണ്ട്, എല്ലാം ഒണ്ടിയാണ്, ഒന്നും കേൾക്കാൻ പറ്റില്ല. അതിനെക്കാട്ടി ബെറ്റർ സൈലൻ്റ് ആക്കി ഇടുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം സൗണ്ട് കുറവാണ് CMFൻ്റെ റിംഗ് ടോൺ. ഇതൊന്നും അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും റിംഗ് ടോൺ ഡൗൺലോഡ് ചെയ്ത് ഇട്ടാൽ പോലും അത്യാവശ്യം നല്ല സൗണ്ട് കുറവാണ്. പിന്നെ ആകെ ഉള്ളൊരു കോമഡി എന്ന് പറഞ്ഞാൽ വളരെ ലൗഡായിട്ടുള്ള ഏതെങ്കിലും റിംഗ് ടോൺ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ്. എന്നാൽ പോലും മീഡിയയിൽ വോളിയം കുറവാണ്. മീഡിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ റിംഗ് ടോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് റിംഗ് ടോൺ നമ്മൾ കോൾ വന്നാൽ കേൾക്കണ്ടേ നമുക്ക്. അപ്പോൾ അത് മോണോ സ്പീക്കർ ഒരു പരാജയമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല സൗണ്ട് കുറവാണ് കേട്ടോ മോണോ സ്പീക്കർ. സ്റ്റീരിയോ സ്പീക്കർ മസ്റ്റായിട്ട് വേണം. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ SD കാർഡ് സ്ലോട്ടിന് പകരം ഇവന്മാർക്ക് ആ പൈസയ്ക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോണോ സ്പീക്കറിന് പകരം ഒരു സ്റ്റീരിയോ സ്പീക്കറെങ്കിലും കൊടുക്കായിരുന്നു എന്നുള്ളത്. പോയിന്റ് നമ്പർ 4, ബെസൽ തിക്നെസ്. ആക്ച്വലി ഫോൺ ടു പ്രോയുടെ ബെസൽ തിക്നെസ് അത്യാവശ്യം കൂടുതലാണ്, സ്ക്രീൻ ടു ബോർഡർ റേഷ്യോ അത്യാവശ്യം കൂടുതലാണ്. നമ്മളതിന് ഈ പ്രൈസ് റേഞ്ചിലുള്ള Vivo T4R, മോട്ടോ G86, IQ Neo 10R ഇതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കുറച്ച് കൂടുതലാണ്. ബെസൽ സൈസ് കുറച്ചും കൂടെ തിക്നെസ് കുറയ്ക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ CMFൻ്റെ ആണെങ്കിൽ നത്തിങ്ങിൻ്റെ ആണെങ്കിൽ എല്ലാം ബെസൽ സൈസ് കുറച്ച് കൂടുതലാണ്. ഫ്യൂച്ചറിൽ അവർ കുറയ്ക്കുമായിരിക്കും എന്നുള്ളതാണ്. കാരണം മറ്റേ തന്നെ കാണാൻ പറ്റി വിവോയുടെ T4R ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബെസൽ കുറവാണ്. ഒരു എഡ്ജ് പോലത്തെ പറഞ്ഞ ഡിസ്പ്ലേയും കൂടെ ആയതുകൊണ്ട് കാണാൻ നല്ല ഫിനിഷ് നല്ലൊരു ഫുൾ ഡിസ്പ്ലേ ഇൻ ഹാൻഡ് ഉള്ളത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്താണെങ്കിൽ കുറച്ച് ബെസലുള്ള ഫീൽ ചെയ്യും. പോയിന്റ് നമ്പർ 5, ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈ ബഡ്ജറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ക്യാമറ ഒന്ന് കൊടുക്കേണ്ടിരുന്നു. പക്ഷേ കൊള്ളാമെന്നുള്ള ഒരു ക്യാമറയും ഒരു വൈഡ് ആംഗിളും എല്ലാം കൊടുത്താലും മതിയായിരുന്നു. ഫോട്ടോയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു പിങ്ക് ടിൻറ്റ്, ഒരു അങ്ങനത്തെ ഒരു കുറച്ച് കൂളായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. കൂൾ ടോൺ ആയിട്ടുള്ള ഫോട്ടോസാണ് അതിനകത്ത് പറഞ്ഞത്. വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ സാച്ചുറേഷൻ കുറച്ച് കുറവാണ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഗ്രീനറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡള്ളായിട്ടൊരു ഗ്രേ ടൈപ്പ് ഗ്രീനായിട്ടേ വരാറുള്ളൂ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി. പിന്നെ എനിക്ക് തോന്നുന്നു ക്യാമറ ലെൻസും കുറച്ച് ക്വാളിറ്റി കുറവാണ്. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്കത് ഓക്കെ എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും ക്വാളിറ്റി കുറച്ചുകൂടെ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. വീഡിയോ ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇപ്പോൾ ഓൾറെഡി അതിനകത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിനകത്തൊരു ക്യാമറ ഫിക്സിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം വേറെ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടിയാലായി. ഇപ്പോൾ ഉള്ള അപ്ഡേറ്റിൽ ക്വാളിറ്റി പോകാറാണ് പതിവ്. ബാക്കിയുള്ള വിവോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് വരുംതോറും ക്യാമറയുടെ ക്വാളിറ്റി കുറഞ്ഞാണ് പോണത്. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് തമ്പുരാനറിയാം എന്നുള്ളതാണ് ക്യാമറയുടെ കാര്യം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് എനിക്കിതിനകത്ത് ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങൾ. അതാണ് നമ്മൾ ഈ കോൺസ് സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ചില കമൻസിലും കാര്യങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് അഡാപ്റ്റർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി, അഡാപ്റ്റർ വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. 0 to 100 ഫുൾ ചാർജ് ചെയ്ത് നോക്കി, 1 അല്ല 2-3 പ്രാവശ്യം നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് നോക്കി. ചാർജ് ചെയ്തിട്ട് അഡാപ്റ്റർ നോർമൽ ഹീറ്റാണുള്ളത്, അല്ലാതെ വേറെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹീറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സീനൊന്നുമില്ല. ഞാൻ അതിൻ്റെ ടെസ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇതിനോട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഫോണിലാണെങ്കിലും വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ BGMI ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രെയിം റേറ്റിലൊക്കെ ഇട്ട് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്ത മാക്സിമം സെറ്റിങ്സിലിട്ട് നമ്മൾ കളിച്ച് നോക്കിയിട്ട് വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ചെറിയൊരു വാമ ഫീലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് ഒരു ഹൈ എൻഡ് ഗെയിമിങ്ങോ അല്ലെങ്കിൽ അമ്മാതിരി ഗെയിമേഴ്സിനുള്ളതെന്നുള്ള ഒരു മോഡറേറ്റ് യൂസിന് ഈ ഫോൺ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ക്യാമറയ്ക്ക് കുറച്ചും കൂടെ നല്ലൊരു അപ്ഗ്രേഡ് കിട്ടിയാൽ കൊള്ളാം, അപ്ഡേറ്റ് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. പിന്നെ അത്യാവശ്യം സോഫ്റ്റ്വെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ നല്ല സ്മൂത്താണ്, ലാഗില്ല, ഭയങ്കര ക്ലീനാണ്. പിന്നെ അത്യാവശ്യം 3 മേജർ അപ്ഡേറ്റ്, 6 years സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം ഉണ്ട്. ഓവറോൾ നമ്മൾ ഒരു 19,000 256 GB എടുക്കണം, 120 GB എടുക്കരുത്. 19 രൂപയ്ക്ക് ഈ ഫോണ് കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളതാണ്. തീരെ മോശം പറയാൻ പറ്റില്ല, എന്നാൽ അത്ര നല്ലതുമല്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ച് തന്നെ ഓപ്പോ K13 ഉണ്ട്. ഗെയിമിങ് പ്രിഫറൻസ് ഉള്ളവർക്ക് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നിയോ 10R ഉണ്ട്. പിന്നെ വിവോ ഒരു T4X എന്ന ഫോണുണ്ട്. പക്ഷേ വിവോയും IQ ഒക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് എന്തോ കുറേ ബഗ്ഗും കാര്യങ്ങളും കുറേ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് അധികം പ്രൊമോട്ട് ചെയ്യാത്തത്. അപ്പോൾ CMF Phone 2 Pro യൂസ് ചെയ്യാൻ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം. ഈ ഫോൺ എടുക്കാൻ പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിലൂടെ മാത്രമേ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.